ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്ത വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആലു പറാത്ത ഉണ്ടാക്കുവാനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ആട്ടയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് 15 മിനിറ്റ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുമ്പായി ഇതിൻ്റെ മുകളിലായി കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് മാവ് അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ സ്റ്റഫിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി 3 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. പൊടികളുടെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കസൂരി മെത്തി, 1 കൈ നിറയെ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആലു പറാത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവുത റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കുവാനായി തുടങ്ങാം. ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു ഉരുളയെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തിക്കല്ലിൽ അല്പം പൊടി വിതറിയതിനു ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കണം. നടുക്കതാ ഇതുപോലെ ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള സ്റ്റഫിംഗ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ നടുവിലേക്ക് കൊണ്ടുവരിക. എല്ലാ ഭാഗവും ഇതുപോലെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് പൊടി വിതറി കൊടുക്കുക. 2 സൈഡിലും നല്ലോണം പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നടുക്കുന്ന എല്ലാ സൈഡിലേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ആ മസാല എല്ലാ സൈഡിലേക്കും കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാ സൈഡിലേക്കും നമ്മളിത് കൈവരിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതിന് മുകളിലായി അല്പം കൂടി പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം.
നടുക്കുന്ന എല്ലാ സൈഡിലേക്കും പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് ആ മസാല എല്ലാ സൈഡിലേക്കും നന്നായിട്ട് എത്തുകയുള്ളൂ. പറാത്ത നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചൂടായിരിക്കുന്ന കല്ലിലേക്ക് പറാത്ത ഇട്ട് കൊടുക്കാം. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതിന് പകരം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സൈഡിൽ നന്നായിട്ട് ബട്ടർ തടവി കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പറാത്ത നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി പറാത്തയും റെഡിയാക്കി എടുക്കാം. എല്ലാ പറാത്തയും നമ്മളിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.